ഹലോ എല്ലാവർക്കും നമസ്കാരം. ഡബ്ലിൻ ബല്ലു വേൾഡിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വലിയൊരു സ്വാഗതം. സോ ഇന്ന് ഡബ്ലിനിലാണ് കേട്ടോ, നമ്മുടെ സിറ്റിയിലാണ്. രാവിലെ തന്നെ സിറ്റിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഇന്നത്തെ സിറ്റിയുടെ കുറേ കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് വന്നിരിക്കുന്നത്. കുറേ ലൊക്കേഷൻസ് ഉണ്ട്. നമ്മൾ അതിൽ 1-2 ലൊക്കേഷൻസ് നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി പരിചയപ്പെട്ട് നമ്മളൊന്ന് കാരക്കയിൽ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഫോർ ദ ഫസ്റ്റ് ടൈം ആണ് നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഡബ്ലിൻ ബല്ലു വേൾഡ് എന്ന് പറയുന്ന ആ ഒരു ചാനൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ്, ലൈക്സ് ഒക്കെ തന്നിട്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കുക കേട്ടോ. സോ കുറേ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഓൺ ദ വേയിൽ വരുന്നുണ്ട്. നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് നമുക്ക് എപ്പോഴും വിജയം നൽകുന്നത്. കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഓൺ ദ വേ ആണ്. അപ്പം എല്ലാവരും പോയിട്ട് വാച്ച് ചെയ്യുക, അതുപോലെ സപ്പോർട്ട് തരിക കേട്ടോ. അപ്പോൾ വെൽക്കം ടു ടുഡേയ്സ് എപ്പിസോഡ് ഓഫ് ഇന്നത്തെ ദിവസത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ആദ്യമായിട്ടൊന്ന് പോകണേ എങ്ങോട്ടാണ്? നമുക്ക് ഇവിടെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്. നമ്മളതിന് മുമ്പ് പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു അവിടെ. പക്ഷേ അവിടെ ഒന്നുകൂടെ നമുക്ക് ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലൊന്ന് കയറാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് കയറി എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ളൊരു പരിപാടിയാണ്. അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ നമുക്കൊരു നാഷണൽ ലൈബ്രറി ഓഫ് അയർലൻഡ് ഒരു ഫ്രീ എക്സിബിഷൻ നടക്കുന്നുണ്ട്. സോ
അപ്പോൾ ഈ ഒരു എക്സിബിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയർലൻഡ് ചരിത്രത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റൈറ്ററാണ്. പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈമസ് ഹേനിയാണ്. ഗ്രേറ്റസ്റ്റ് റൈറ്റർ, വെരി ഫേമസ് ആണ് ആക്ച്വലി അയർലൻഡിൽ. അവരെക്കുറിച്ചുള്ളൊരു ഡോക്യുമെൻ്ററി പോലെയുള്ളതും അതുപോലെ തന്നെ ഒരു എക്സിബിഷൻ, ഡോക്യുമെൻ്ററീസ് ഇവിടെ ഉണ്ട്. കൂടാതെ എക്സിബിഷൻ കുറേ കാര്യങ്ങളൊക്കെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിനെക്കുറിച്ചുള്ള ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പ്ലേസാണ് ഇത്. അപ്പം ഈ ഒരു പ്ലേസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെക്കുറിച്ച് കുറച്ച് അറിയാനൊക്കെ ആയിട്ട് സാധിക്കും. സോ അവരുടെ ഒരു നോബൽ പ്രൈസ് വിന്നിങ് ആയിട്ടുള്ളൊരു കൃതിയാണ് ആക്ച്വലി ദ റെയിൻ സ്റ്റിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അവരെക്കുറിച്ച് അറിയാൻ പറ്റിയ. സോ അതിനെക്കുറിച്ചുള്ളൊരു അടിപൊളി ഒരു എക്സിബിഷനാണ് ഇവിടെ സിറ്റി സെൻറ്ററിൽ നടത്തുന്നത്. അപ്പം അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറാണ് ഇപ്പോൾ ഉള്ളത്. നല്ല രസമുണ്ട് ഇവിടെ കാണാനൊക്കെ, അടിപൊളിയാണ്. ഇവിടെ ഇഷ്ടമുള്ളവർക്ക് വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു ഇടമാണ് ആക്ച്വലി. സോ എൻജോയ്. അപ്പോൾ ഈ കാണുന്ന ബിൽഡിംഗ് ആണ് കേട്ടോ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ട്രിനിറ്റി കോളേജ് അല്ലെങ്കിൽ ട്രിനിറ്റി യൂണിവേഴ്സിറ്റി. ഭയങ്കര ഫേമസ് ആണ്, ലോകം എമ്പാടും പ്രശസ്തമായിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. ഒരുപാട് ഏക്കേഴ്സ് ലാൻഡ് എൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഒരുപാട് കെട്ടിടങ്ങളും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആർക്കിടെക്ചറും ഒക്കെ നിറഞ്ഞ ഒരു പ്ലേസാണ് നമ്മുടെ ട്രിനിറ്റി കോളേജ്. അപ്പോൾ ട്രിനിറ്റി കോളേജിൻ്റെ ഉള്ളിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഒരുപാട് നടക്കാനും ഒരുപാട് കാണാനും ഉണ്ട് ഇവിടെ. പക്ഷേ നമ്മൾ മടുത്തു പോകും നടന്നു കഴിഞ്ഞാൽ. അപ്പം ഒരുപാടൊന്നും ഞാൻ നടന്നില്ല, ബട്ട് കുറേ കാര്യങ്ങളൊക്കെ നടന്നും ഒക്കെ റെക്കോർഡ് ചെയ്തൊക്കെ തിരിച്ചു പോകുന്നു. ആക്ച്വലി ബിൽഡിങ്സ് ഈസ് എക്സ്ക്വസിറ്റ്. നമ്മുടെ ബിൽഡിങ്സ് ഭയങ്കര എക്സ്ക്വസിറ്റ് ആണ് ആക്ച്വലി. ഭയങ്കര യുണീക്ക് ബിൽഡിങ്സ് ആണ് എല്ലായിടത്തും കാണുന്നത്. പഠിക്കുന്നവരും അതുപോലെ തന്നെ ടൂറിന് വരുന്നവരും ഒക്കെയുണ്ട്. അവിടെ ഗൈഡഡ് ടൂർസ് ഒക്കെ അവൈലബിൾ ആണ്. ബട്ട് ഞാൻ ഗൈഡഡ് ടൂറൊന്നും എടുത്തില്ല, കുറേ പേയ്മെൻറ്റ് കിടക്കേണ്ടി വരും, അതൊന്നും എടുത്തില്ല. ബട്ട് ജസ്റ്റ് എ ഫ്രീ ടൂർ ആയിരുന്നു നമ്മുടെ ട്രിനിറ്റി കോളേജിൻ്റെ ഉള്ളിൽ. സോ അമേസിങ് എക്സ്പീരിയൻസ് ആക്ച്വലി. നല്ല തണുപ്പുണ്ട് കേട്ടോ. കാലാവസ്ഥ അത്ര വലിയ സുഖമൊന്നുമില്ല, ബട്ട് എങ്കിൽ കൂടിയും ഒരു ഭയങ്കര ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ട്രിനിറ്റി കോളേജിലൂടെയുള്ള ആ വോക്ക്. അവിടെ കുറേ അധികം കാര്യങ്ങൾ ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ, നമ്മൾ മലയാളീസൊക്കെ ഉണ്ട് അവിടെ നിന്ന് വർത്തമാനം പറയുന്നതൊക്കെ ഞാൻ കേട്ടു. കുറേ സ്റ്റുഡൻസൊക്കെ മലയാളീസൊക്കെ പഠിക്കുന്ന ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ ഈ ഒരു പ്ലേസ് കാണാൻ എത്തുന്നുണ്ട്. ഡബ്ലിനിൽ വരുന്ന ടൂറിസ്റ്റുകളൊക്കെ കാണുന്ന ഒരു പ്ലേസാണ്, അല്ലെങ്കിൽ വന്ന് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു പ്ലേസാണ് ട്രിനിറ്റി കോളേജ്. ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ഞാൻ ട്രിനിറ്റി കോളേജിൽ പോയിട്ടുണ്ട്, ബട്ട് അന്ന് എനിക്ക് റെക്കോർഡ് ചെയ്യാനല്ലാന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു സാവകാശം അല്ലെങ്കിൽ ഒന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് വീണ്ടും ഒന്നോടെ പോകാമെന്ന് വിചാരിച്ചിട്ട് വീണ്ടും പോയി എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോയത്. സോ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് നടന്ന് കാണാനൊക്കെ ഉണ്ട്. നമ്മൾ മടുത്തു പോകും ആക്ച്വലി നടന്ന് കണ്ടോ. ബിൽഡിങ്സിൻ്റെ സ്ട്രക്ചർ കണ്ടോ. യൂറോപ്പിൻ്റെ ആ ഒരു വലിയ ഒരു ബ്യൂട്ടി നമുക്ക് കാണാൻ പറ്റിയ ഒരു പ്ലേസ് തന്നെയാണ് ട്രിനിറ്റി കോളേജ്. മസ്റ്റ് നീഡ് ടു ഗോ. Bringing warm water.
കുറേ ഇമ്പോർട്ടൻറ്റ് ലൊക്കേഷൻസ് ആയ നമ്മുടെ ട്രിനിറ്റി കോളേജ് അങ്ങനെയുള്ള എല്ലാ കോളേജുകളിലും അവിടെ ജസ്റ്റ് ഒന്ന് ഓടിക്കയറി പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇനി പോകാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹ്യൂസ്റ്റൺ ട്രെയിൻ സ്റ്റേഷനിലേക്കാണ്. ഹ്യൂസ്റ്റൺ ട്രെയിൻ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഇൻ്റർ സ്റ്റേറ്റ് ട്രെയിനുകളൊക്കെ പോകുന്ന ട്രെയിൻ സ്റ്റേഷനാണ്. നമുക്ക് അവിടെ കൂടെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ സിറ്റിയുടെ തിരക്കുകൾ വിട്ട് ജസ്റ്റ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഞാൻ ആദ്യം പോയ സ്ട്രീറ്റുകളൊക്കെ നല്ല തിരക്കായിരുന്നു. സോ ട്രിനിറ്റി കോളേജിൽ പോകുന്ന സമയത്താണെങ്കിലും അവിടെ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്, പഠിക്കുന്നവർ, ടൂർ പോകുന്നവരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സംസാരിക്കാനൊന്നും പറ്റിയില്ല അവിടെ. പിന്നെ അവിടുത്തെ റെസ്ട്രിക്ഷൻസ് എന്താണെന്നൊക്കെ ഞാൻ നോക്കിയില്ല. എനിവേ നമ്മൾ പോകാൻ പോകുന്ന ആദ്യം പറഞ്ഞ പോലെ ഹ്യൂസ്റ്റൺ സ്റ്റേഷനിലേക്കാണ്. ഈ ഹ്യൂസ്റ്റൺ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഇൻ്റർ സ്റ്റേറ്റ്, നമ്മൾ ഈ ഒരു സ്റ്റേറ്റ് വിട്ടിട്ട് വേറൊരു സ്റ്റേറ്റും അതുപോലെ തന്നെ കൗണ്ടിയൊക്കെ വിട്ടിട്ട് വേറൊരു കൗണ്ടിയിലേക്കൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ട്രെയിൻസൊക്കെ പോകുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റേഷനാണ് ഹ്യൂസ്റ്റൺ സ്റ്റേഷൻ. ഇതിനു മുമ്പ് ഞാൻ പോയിട്ടില്ല. നമ്മൾ ഗിന്നസിൻ്റെ ഫാക്ടറിയുടെ തൊട്ടപ്പ ആ ഭാഗത്തായിട്ട് വരും. അപ്പം അവിടെയാണൊന്ന് പോയി എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. പുറത്തേക്കൊക്കെ പോകുമ്പോൾ ടിക്കറ്റ് എടുക്കണമൊക്കെ അവിടെ നിന്നാണ്. അപ്പം അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്തിരിക്കാമെന്ന് വിചാരിച്ചു. സോ ഡബ്ലിനിലെ ഫേമസ് ഹോട്ട്സ്പോട്ടായ കത്തീഡ്രൽ ഡബ്ലിനിലാണ് ഞാൻ നിൽക്കുന്നത്. ഭയങ്കര അടിപൊളി സ്ട്രക്ചറാണ് കേട്ടോ. വലിയൊരു പള്ളിയാണ് ആക്ച്വലി. ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. പക്ഷേ ഇത് ഓപ്പണിംഗ് അവറല്ല ആക്ച്വലി. ഗേറ്റ് മാത്രം ഓപ്പൺ ആയിട്ടുള്ളൂ. അതിൻ്റെ പേരിൽ നമുക്ക് ഫുള്ള് കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഇതെങ്കിൽ കൂടിയും യുനോ പുറത്തുനിന്നുള്ളൊരു സ്ട്രക്ചർ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. എന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ബിൽഡിങ്ങുകളാണല്ലോ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്. സോ അതനുസരിച്ച് നമ്മുടെ ചർച്ചിൻ്റെ എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റുമെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോ ബിഫോർ നമ്മുടെ ഹ്യൂസ്റ്റൺ ട്രെയിൻ സ്റ്റേഷനിലേക്ക് പോകുന്നതിന് മുന്നേ ആണ് ജസ്റ്റ് ഇറങ്ങിയ ഒരു പ്ലേസാണ് കേട്ടോ. അത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.
ഞാൻ ആ കാണിച്ച ചർച്ചില്ലേ, ആ ചർച്ചിനെ കുറിച്ച് പറയാൻ കുറച്ചുണ്ട്. ആക്ച്വലി ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് മീൻസ് നവംബറിലാണ് ഞാൻ വന്നത്. അപ്പം ആ വന്നതിൻ്റെ പിറ്റേ ദിവസം ആക്ച്വലി ഒരു സൺഡേ ആയിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ പരിചയമൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പരിചയമില്ലാത്തതുകൊണ്ട് വന്ന വഴി സിറ്റി അടുത്തുള്ളൊരു പള്ളിയിൽ മീൻസ് ഞാൻ താമസിക്കുന്ന ഹോട്ടലിൻ്റെ തൊട്ടടുത്തുള്ളൊരു പള്ളിയിൽ വന്നതാണ്. അപ്പം ഇതൊരു ഐറിഷ് പള്ളിയാണ് ആക്ച്വലി. ചർച്ച് ഓഫ് അയർലൻഡാണ് ഇത് ആക്ച്വലി. സോ നമ്മുടെ പോലെയല്ല, കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വന്ന ആദ്യം പ്രാർത്ഥിച്ച ഒരു പള്ളിയാണ് ആക്ച്വലി. പള്ളി പോകണമെന്ന് പറഞ്ഞിട്ട് ഞായറാഴ്ച രാവിലെ എണിച്ച് ഇവിടെയാണ് ആദ്യമായിട്ട് വരുന്നത് സിറ്റിയിൽ. അപ്പോൾ നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ. സോ പൊളിയായിരുന്നു അന്ന് വന്നിട്ട് പോയത്. നല്ലൊരു മഴയുള്ള സമയമായിരുന്നു ആ സമയം. അപ്പം ഇതിനോട് വലിയൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട് ആക്ച്വലി, ഈ ഒരു പ്ലേസിനോട്. ഞാൻ കുറച്ച് നേരം ഇവിടെ വന്നിരുന്ന് മൊബൈലൊക്കെ നോക്കി കുറച്ചൊന്ന് റിലാക്സ് ചെയ്തിട്ട് പോയ ഒരു സമയമായിരുന്നു ആക്ച്വലി ഇവിടെ. ചർച്ച് ഓഫ് അയർലൻഡ് അത് സിറ്റിയുടെ തൊട്ടടുത്താണ്. അപ്പോൾ നമ്മൾ ഹ്യൂസ്റ്റണിലേക്ക് നടന്ന് പോകുന്ന വഴി ഞാൻ കണ്ടതാണ്. അപ്പം ജസ്റ്റ് ഒന്ന് കയറി ഇട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഹീസ്റ്റൺ ട്രെയിൻ സ്റ്റേഷൻ. അപ്പം നമ്മൾ പുറം സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ ഗാൽവേ ആണെങ്കിലും ലിംബ്രിക് ആണെങ്കിലും കോർക്കാണെങ്കിലും എവിടെ പോകണമെന്നുണ്ടെങ്കിലും നമുക്ക് ട്രെയിൻ പിടിക്കുന്ന ഈ ദീർഘദൂര സർവീസുകൾ പിടിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഇതിലുള്ള ട്രെയിൻസ് പിടിക്കുന്ന സ്ഥലമാണ് നമ്മുടെ ഹ്യൂസ്റ്റൺ സ്റ്റേഷൻ. ഇവിടെ നിന്ന് എല്ലാ സ്ഥലങ്ങളിലേക്കും എല്ലാ കൗണ്ടുകളിലേക്കും നമുക്ക് ട്രെയിൻ കിട്ടുന്നതായിരിക്കും. സോ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് നമുക്ക് ഇവിടെ നിന്ന് പോകണം എന്നുണ്ടെങ്കിൽ പോകാൻ പറ്റിയ അടിപൊളി ട്രെയിൻ സ്റ്റേഷനും ഇഷ്ടംപോലെ ട്രെയിൻസും ഉള്ള ഒരു പ്ലേസാണ്. നല്ല ഒരു സ്റ്റേഷനാണ്. ഭയങ്കര ഓൾഡ് ആൻഡ് ഒരു സ്ട്രക്ചറൊക്കെയാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞാനിന്ന് വന്നതാണ്. ഇനി ഇവിടുന്ന് യാത്രകളൊക്കെ തുടങ്ങണം ഉടനെ തന്നെ. അപ്പം അതിനോടനുബന്ധിച്ച് വന്ന ഒരു ഫസ്റ്റ് ടൈം ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഹ്യൂസ്റ്റൺ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം നമ്മുടെ ഗിന്നസ് നമ്മുടെ ബിയറൊക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറിയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു സ്റ്റേഷൻ ഉള്ളത് കേട്ടോ. മലയാളീസൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ എൻട്രൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് മെയിനായിട്ടുള്ള ഒരു കെട്ടിടം. അതിൻ്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ കണ്ട കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ അതെല്ലാം ഓടി കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചിങ്ങോട്ട് പോകുന്നു.